മടിയന്മാരുടെയും തൊഴിൽ രഹിതരുടെയും ശബ്ദം, വ്യവസ്ഥിതി മറന്നുപോയ ജനങ്ങൾക്കായി ഉയർന്ന രാഷ്ട്രീയ ശബ്ദം. സിംപ്ലി അതാണ് കോക്രോച്ച് ജനതാ പാർട്ടി. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ രാജ്യത്തെ വ്യവസ്ഥാപിത രാഷ്ട്രീയ സംവിധാനങ്ങളെ പരിഹസിക്കുന്ന രാഷ്ട്രീയ ആക്ഷേപ പാർട്ടി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് കോടതി നടപടികൾക്കിടെ നടത്തിയ ഒരു പരാമർശമാണ് ഇന്ന് രാജ്യത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും നിന്ന് കോക്രോച്ചുകൾ ഉയർന്നു വരാൻ കാരണമായത്. രാജ്യത്തെ യുവാക്കളെ പാറ്റകളോടും പരാന്ന ഭോജികളോടുമാണ് ചീഫ് ജസ്റ്റിസ് ഉപമിച്ചത്. സൂര്യകാന്തിന്റെ ഉപമയിൽ പ്രതിഷേധിച്ചു ഉയർന്നുവന്ന ഒരു ആക്ഷേപഹാസ്യ രാഷ്ട്രീയ കൂട്ടായ്മയാണ് കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP. അമേരിക്കയിലെ ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ പബ്ലിക് റിലേഷൻസിൽ മാസ്റ്റേഴ്സ് ബിരുദം ചെയ്യുന്ന 30-കാരനായ അഭിജിത് ദിപ്കെ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച ഒരു ഗൂഗിൾ ഫോമിൽ തുടങ്ങിയ പ്ലാറ്റ്ഫോം വളരെ പെട്ടെന്ന് തന്നെ അത് വളർന്നു. വെബ്സൈറ്റായി, എക്സായി, ഇൻസ്റ്റഗ്രാമായി. മണിക്കൂറുകൾക്കുള്ളിൽ രാജ്യത്തിനകത്തും പുറത്തും മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന ജൻസികൾ ഉൾപ്പെടെ വലിയൊരു വിഭാഗം ജനം അക്കൗണ്ട് ഫോളോ ചെയ്തു. മെയ് 16 ആരംഭിച്ച കോക്രോച്ച് ജനതാ പാർട്ടി ഇതിനകം BJP ഉൾപ്പെടെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ പേജുകൾക്കുള്ളതിനേക്കാൾ ഫോളോവേഴ്സ് ഉണ്ട്. ഇവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ രാജ്യത്തിന്റെ വടക്കു മുതൽ തെക്ക് വരെയും കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയുമുള്ള തെരുവുകൾ കൂട്ടം കൂട്ടമായി അണിചേർന്നു. കേവലം ഒരു ആക്ഷേപഹാസ്യ പ്ലാറ്റ്ഫോം മാത്രമായി ഒതുങ്ങുന്നതല്ല CJP. സ്വന്തമായ ഒരു മാനിഫെസ്റ്റോ അവർക്കുണ്ട്. തങ്ങൾ അധികാരത്തിലെത്തിയാൽ ഒരു ചീഫ് ജസ്റ്റിസിനും വിരമിച്ചതിനു ശേഷം രാജ്യസഭാ സീറ്റ് സമ്മാനമായി ലഭിക്കില്ല എന്നതാണ് CJPയുടെ ആദ്യ വാഗ്ദാനം. രണ്ടാമത്, ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നിയമാനുസൃതമായ വോട്ട് ഇല്ലാതാക്കിയാൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ UAPA ചുമത്തി അറസ്റ്റ് ചെയ്യും. കാരണം പൗരന്മാരുടെ വോട്ടവകാശം എടുത്തു കളയുന്നത് തീവ്രവാദത്തിൽ കുറഞ്ഞ കുറ്റകൃത്യമല്ല. പാർലമെന്റിൽ സീറ്റുകൾ കൂട്ടാതെ തന്നെ വനിതകൾക്ക് 50% സംവരണം ഏർപ്പെടുത്തും. ക്യാബിനറ്റ് സ്ഥാനങ്ങളുടെയും 50% സ്ത്രീ സംവരണമാക്കും. 4, അംബാനിയുടെയും അദാനിയുടെയും ഉടമസ്ഥതയിലുള്ള എല്ലാ മാധ്യമ സ്ഥാപനങ്ങളുടെയും ലൈസൻസ് റദ്ദാക്കും. ഇത് സ്വതന്ത്ര മാധ്യമങ്ങൾക്ക് വഴിയൊരുക്കും. ഗോഡി മീഡിയ അവതാരകരുടെ ബാങ്ക് അക്കൗണ്ടുകളും ട്രാൻസാക്ഷൻസും പരിശോധിക്കും. 5, ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൂറുമാറിയ MLAയോ MPയോ അടുത്ത 20 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിൽ നിന്നും പൊതുപദവികൾ വഹിക്കുന്നതിൽ നിന്നും വിലക്കും. ഇതൊക്കെയാണ് CJP അവരുടെ മാനിഫെസ്റ്റോയിൽ പറയുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ രാഷ്ട്രീയ പ്രതികരണങ്ങൾക്ക് ലഭിച്ച സ്വീകാര്യത സ്വാഭാവികമായും ചില കേന്ദ്രങ്ങളെ ഭയപ്പെടുത്തി. അത് CJPയുടെ എക്സ് അക്കൗണ്ട് ഇന്ത്യയിൽ ബ്ലോക്ക് ഏർപ്പെടുത്തുന്നതിലേക്ക് വരെ എത്തി. നിലവിൽ 19 മില്യണിലധികം ഫോളോവേഴ്സ് ഉള്ള അവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും ഒരു പക്ഷേ ഇല്ലാതായേക്കാം. ഒരു ആക്ഷേപഹാസ്യ മൂവ്മെന്റായി ആരംഭിച്ച CJPക്ക് രാജ്യത്തെ ജൻസികളിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണയാണ് സ്വാഭാവികമായും ഭരണകൂടം ഭയപ്പെടുന്നത്. തൊഴിലില്ലായ്മയും നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയും ഉൾപ്പെടെ രാജ്യത്തെ യുവാക്കൾ ആശങ്കപ്പെട്ടിരിക്കുന്ന സമയത്താണ് അവർക്ക് പ്രതിഷേധിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന നിലയിൽ CJPയുടെ വരവ്. അവരത് ഏറ്റെടുത്തു. ദിവസങ്ങൾക്കുള്ളിൽ 19 മില്യൺ ഫോളോവേഴ്സ് ആണ് ഇൻസ്റ്റഗ്രാമിൽ മാത്രം CJPക്ക് ലഭിച്ചത്. BJPക്ക് ഇപ്പോഴും 8 മില്യൺ ഫോളോവേഴ്സ് മാത്രമാണുള്ളത് എന്നുകൂടി മനസ്സിലാക്കുമ്പോഴാണ് CJPയുടെ സ്വീകാര്യതയുടെ തലം മാറുന്നത്. നേപ്പാളിലും ബംഗ്ലാദേശിലും ഫിലിപ്പീൻസിലും ഇന്തോനേഷ്യയിലും പെറുവിലും ലാറ്റിൻ അമേരിക്കയിൽ വരെ കണ്ട ജൻസി വിപ്ലവമായി കോക്രോച്ച് ജനതാ പാർട്ടി മാറുമോ എന്ന് ഭരണകൂടം ഭയപ്പെടുന്നതിൽ അതിശയമില്ല. നിസ്സാരമെന്ന് പറഞ്ഞ് നാം ചിരിച്ചു തള്ളിയ പലരും പലതും നേടിയെടുത്ത കാഴ്ച ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ നാം കണ്ടതാണ്. കുട്ടികൾ വോട്ട് ചോദിക്കുന്ന ഒരു സിനിമാ നടന്റെ പാർട്ടി എന്ന് പരിഹസിച്ചു തള്ളിയ തമിഴക വെട്രിക്കഴകം ഇന്ന് തമിഴ്നാട് ഭരിക്കുന്ന വലിയൊരു രാഷ്ട്രീയ മാറ്റം അടുത്തിടെ നമ്മുടെ കൺമുന്നിൽ തന്നെ നടന്നിരുന്നു. അതുകൊണ്ടൊക്കെയാകാം സ്ക്രോൾ ചെയ്ത് സമയം കളയുന്നുവെന്ന് കരുതിയ ഒരു തലമുറ പ്രതിഷേധത്തിന്റെ രാഷ്ട്രീയ ഭാഷ പഠിച്ചാൽ എന്താകുമെന്ന ഭയം ഭരണകൂടത്തെ അസ്വസ്ഥരാക്കുന്നത്. പാറ്റകളെന്ന് വിളിക്കപ്പെട്ടവർ ഒരിക്കൽ സംഘടിതരായാലോ? നേപ്പാളിലും ബംഗ്ലാദേശിലും ഇന്തോനേഷ്യയിലും പെറുവിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ വരെ ഉണ്ടായതുപോലെ ഇന്ത്യയിൽ ജൻസി കലാപമോ പ്രതിഷേധമോ ഒക്കെയായി പരിണമിക്കുമെന്ന് കരുതാനാവില്ല. പക്ഷേ ഈ പ്രതിഭാസത്തിന് ലഭിക്കുന്ന പിന്തുണയെയും നിസ്സാരമായി കാണാനാകില്ല. കാരണം ഇത് ഒരു ജാതിയുടെയോ മതത്തിന്റെയോ വർണ്ണത്തിന്റെയോ പേരിൽ ഒത്തുചേർന്ന വിഭാഗമല്ല, മറിച്ച് തങ്ങൾ നേരിടുന്ന അനീതികൾ തുറന്നുകാട്ടാനായി താനാ ചേർന്ന കൂട്ടമാണ്.